ഹായ് ഹലോ, ഇതൊരു മൂന്നാർ യാത്രയുടെ വിശേഷങ്ങളാണ്. ഇതിപ്പോൾ രാവിലെ 6:30 ഇന്നലെ പാതിരാത്രി 1 മണിയായപ്പോൾ ആനച്ചാലിൽ വന്നിട്ട് ഏതോ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് രാവിലെ എണീറ്റു. ഇവിടുന്ന് മൂന്നാർ ടൗണിലേക്ക് ഏകദേശം 13 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പിന്നെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 ദിവസത്തെ യാത്രയാണ്, പക്ഷേ ഈ യാത്രയ്ക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ല. അതായത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തണമെന്നോ ഇന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും യാതൊരു പ്ലാനിങ്ങും ഇല്ല. ഈ യാത്രയിൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കസിൻ മാത്തനും ഉണ്ട്. മൂന്നാർ ടൗൺ എത്തുന്നതിന് 6.5 കിലോമീറ്റർ മുമ്പ് ആറ്റുകാട് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ടേക്ക് ഒരു മല ഇറങ്ങി പോവുക ചെയ്യുന്നത്. റോഡിന് തീരെ വീതിയില്ല, പക്ഷേ നല്ല ടാർ ചെയ്ത റോഡാണ്. മെയിൻ ഹൈവേയിൽ നിന്ന് 2.5 കിലോമീറ്റർ മല ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർഫാളിൻ്റെ അടുത്തെത്തും. വെള്ളച്ചാട്ടം പോകുന്ന ഈ ആറിൻ്റെ പേര് മുതിരപ്പുഴയാറെന്ന. ആറിന് കുറുകെയുള്ള പാലം കണ്ടോ, കഷ്ടിച്ചൊരു വണ്ടിക്ക് പോവാം. ഞങ്ങൾ ആ പാലം ക്രോസ് ചെയ്ത് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോടെ മുമ്പോട്ടേക്ക് പോയി. അവിടെ ഈ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ലായമൊക്കെ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ വീണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു. ഈ യാത്ര ഒരു വീക്ക് ഡേയ്സിലായതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. വീക്കെൻഡ് ആണെങ്കിൽ ഈ റോഡിലൊക്കെ നല്ല തിരക്ക് വരുന്നതാണ്. കാരണം ഈ വെള്ളച്ചാട്ടം കാണാനും അതുപോലെ തന്നെ ഈ മുമ്പിലൊരു ചായക്കടയായി കാണുന്നത്. ഈ ചായക്കടയിൽ വന്ന് ചായ കുടിക്കാനും ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നതാണ്. മാത്തൻ അവിടെ ഒരു സായിപ്പിനെയൊക്കെ കമ്പനി കിട്ടി പുള്ളിയോട് കത്തി വെച്ചുകൊണ്ടിരിക്കുക. വെള്ളച്ചാട്ടത്തിൽ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു 1 മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. സായിപ്പും ഇവിടെ ഏകദേശം 3/4 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. പിന്നെ അവിടുന്ന് നേരെ ആ ചായക്കടയിലേക്ക് പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ കുറേ നേരം ഇരുന്നു. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ വന്നിരുന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലോട്ട് നോക്കി അതിനപ്പുറത്ത് കാണുന്ന തേയിലത്തോട്ടങ്ങളും അതിനും അപ്പുറത്ത് കാണുന്ന മലനിരകളും ഇതൊക്കെ നോക്കി ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ നല്ല അടിപൊളി വൈബാട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ സോളോ ട്രിപ്പ് അല്ലെങ്കിൽ ഈ വൈബിലുള്ള 1-2 ആൾക്കാർ. മുമ്പേ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ അങ്ങ് യാത്ര ചെയ്യണം. ആ കല്ലിൻ്റെ മുകളിൽ കാണുന്ന പണ്ട് ബ്രിട്ടീഷുകാർ പണിത പാലത്തിൻ്റെ അവശിഷ്ടം കേട്ടോ. വെള്ളച്ചാട്ടം കണ്ടിട്ട് നേരെ പോയത് നമ്മുടെ ക്യാമ്പ് റോഡ്, കൊച്ചിൻ ധനുഷ്കോടി NH 85. അതും അല്ലെങ്കിൽ നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഫേമസ് ആയ റോഡുണ്ടല്ലോ, അതിലൂടെ ഒരു ഡ്രൈവിനാണ് പോയത്. മൂന്നാർ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. അതിന് മുമ്പ് വിചാരിച്ചിരുന്നത് മറയൂർ ചിന്നാർ റൂട്ടിൽ കൂടി ഒരു ഡ്രൈവും ചിന്നാർ ഫോറസ്റ്റിൽ കൂടെ ഒരു ചെറിയ ട്രെക്കിങ്ങും എന്നൊക്കെയായിരുന്നു. മൂന്നാർ എത്തിയപ്പോഴാണ് പുതിയൊരു പ്ലാൻ മനസ്സിൽ വരുന്നത്. ക്യാമ്പ് റോഡിലൂടെ ഒരു ഡ്രൈവ്, എന്നിട്ട് സൂര്യനെല്ലി പോയി സ്റ്റേ ചെയ്യുന്നു. പിന്നീട് അവിടുന്ന് രാവിലെ എണീറ്റ് കൊളുക്കുമലയിൽ പോയി സൂര്യോദയം കാണുന്നു. NH 85 മൂന്നാർ തൊട്ട് ബോഡിമേട്ട് വരെ ഒരു രക്ഷയില്ലാത്ത റൂട്ടാട്ടോ. ഡ്രൈവ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ സൈറ്റ് സീയിങ്ങിനാണെങ്കിലും. ഇടയ്ക്ക് വണ്ടി നിർത്തിയെടുത്ത് നേരെ മുകളിലൊരു വലിയ കല്ല് നിൽക്കുന്നു. വണ്ടിയെ കയറാൻ വന്നപ്പോൾ അത് കണ്ടേ. ഇനി ഈ റൂട്ടിൽ വണ്ടികളുടെ വലിയ ബഹളമൊന്നുമില്ല കേട്ടോ. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. മൂന്നാറിന് വരുമ്പോൾ മാത്രം കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ലേ തേയിലക്കുളന്തുമായിട്ട് വരുന്ന ഈ ട്രാക്ടർ. അങ്ങ് താഴെയായിട്ട് ആനയിറങ്കൽ ഡാം കാണാം. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ റൂട്ടിൽ ഓൾമോസ്റ്റ് വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം വ്യൂ പോയിൻ്റ് എന്ന് എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആനയിറങ്കൽ ഡാമിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും. ഈ ഡാമിൻ്റെ പരിസരത്ത് ഒത്തിരി ആനകൾ ഇറങ്ങുന്നത് കൊണ്ടാണോ ആനയിറങ്കൽ ഡാം എന്ന് പറയുന്നതെന്ന് അറിയില്ല. എന്താണേലും ഈ പരിസരത്ത് ഒത്തിരി ആനകൾ ഇറങ്ങാറുണ്ടെന്നറിയാം. നമ്മുടെ അരിക്കൊമ്പൻ വിലസി നടന്നുകൊണ്ടിരുന്ന ഈ ഡാമിൻ്റെ പരിസരത്തൂടെയായിരുന്നു. ഇവിടുന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പം അരിക്കൊമ്പൻ പോയ വിഷമത്തിന് നമ്മുടെ ചക്കക്കൊമ്പൻ ഇതിലെ വിലസി നടക്കുന്നുമുണ്ട്.
ഞങ്ങൾ ഒരു ആനേനെയെങ്കിലും കാണാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നാലോചിച്ചാണ് മൂന്നാറിന് വന്നത്. പക്ഷേ അടുത്ത ദിവസം കൊളുക്കുമല പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചായക്കടയിൽ നിന്ന് കുറേ ആനക്കഥകൾ കേട്ടു. അതോടെ ആ ആഗ്രഹം വേണ്ടാന്ന് തന്നെ വെച്ചു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും തേയിലത്തോട്ടത്തിന് വേറൊരു ലുക്ക്. ഇവിടെ ബോട്ടിംഗ് സെൻറ്ററൊക്കെ ഉണ്ട്, നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ ആനക്കഥയാണല്ലോ പറഞ്ഞു വന്നത്. കഥയല്ല കേട്ടോ, നടന്ന സംഭവമാണ്. അതായത് ചായക്കടയിലുണ്ടായിരുന്ന ഒരു ചേച്ചി പറഞ്ഞതാ. അതിനു മുമ്പ് രാവിലെ എണീറ്റ് കൊളുക്കുമലയ്ക്ക് പോകുന്നതിന് മുമ്പ് പോകാൻ നേരം ജീപ്പ് ഡ്രൈവർമാരൊക്കെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞായിരുന്നു. നമ്മുടെ ചക്കക്കൊമ്പൻ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ആറാടുമായിരുന്നു എന്നാണ് പറഞ്ഞ്. അരിക്കൊമ്പൻ സാധാരണ തകർക്കാറുള്ള റേഷൻ കട ചക്കക്കൊമ്പൻ വന്ന് തകർത്തു. അതുപോലെ ഏതോ വീട് തകർത്തു. പിന്നെ ആ ചേച്ചി തൊട്ടപ്പുറത്തെ വീട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ആ വീട്ടിലെ ചേട്ടനെ 1 മാസം മുമ്പാണ് ആന കുത്തി കൊന്നത്. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു ഈ കടയുടെ കുറച്ച് താഴെഭാഗത്തായിട്ട് ചക്കക്കൊമ്പൻ കറങ്ങി നടക്കുന്നുണ്ടെന്ന്. അതോടെ ആനയുടെ പുറകെ പോകൽ വേണ്ടാന്ന് വെച്ചു. ഈ ഡാമിന്റെ മറുകരയാണ് നമുക്ക് പോകേണ്ട സൂര്യനെല്ലി. ആ കാണുന്ന മലകളിൽ ഏതോ ഒന്നാണ് നാളെ നമുക്ക് പോകേണ്ട കൊളുക്കുമല. ഇവിടെയൊന്നും ഒരു ഒറ്റ മനുഷ്യനെ കാണാനില്ല കേട്ടോ. ആകെ 2-3 പേരെയാണ് ഇവിടെയൊക്കെ വന്നപ്പോൾ കണ്ടത്. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ അവിടെ നിന്ന് നേരെ സൂര്യനെല്ലിക്ക് വിട്ടു. അവിടെ ചെന്ന് അടുത്ത ദിവസം രാവിലെ കൊളുക്കുമലയ്ക്ക് പോകാനുള്ള ജീപ്പൊക്കെ സെറ്റാക്കി. ജീപ്പ് ബുക്ക് ചെയ്യാൻ നമുക്ക് ആ കൊളുക്കുമലയ്ക്ക് പോകാനുള്ള എൻട്രൻസിൻ്റെ അവിടെ, അതായത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റിൻ്റെ മുൻഭാഗത്തായിട്ട് ഒത്തിരി ജീപ്പുകാർ കിടപ്പുണ്ടായിരിക്കും. ഒരു ജീപ്പിന് നിലവിൽ 2500 രൂപ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് പോവാം 5 പേര്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തന്നെയും പോവാം. എന്നിട്ട് നമ്മൾ മൂന്നാർ വില്ലാസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ വന്ന് റൂം എടുത്തു. വലിയ കുഴപ്പമില്ലാത്ത ഒരു വുഡ് റിസോർട്ടായിരുന്നു. ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് ഫുഡ് നമുക്കിവിടെ അക്കമഡേഷൻ കിട്ടും. ഞങ്ങൾ വിത്തൗട്ട് ഫുഡാണ് എടുത്തത്. ഇനി നമുക്ക് ഈ റൂമിൻ്റെ അകം ജസ്റ്റ് ഒന്ന് കാണാവേ. ബാൽക്കണിയിൽ നല്ല അടിപൊളി വ്യൂ ആണ്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങ് താഴെയായിട്ട് സൂര്യനെല്ലി ടൗണും കാണാം. മാത്തിന് ഇവിടെ ഇരുന്ന് വലിയ എന്തോ ആലോചനയില്ല. ഒരു ബാൽക്കണി, ലിവിങ് റൂം, ബെഡ്റൂം, ടോയ്ലറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ലിവിങ് റൂമിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ ടീ പ്ലാന്റേഷനാണ്. അതിനിടയ്ക്ക് വളരെ കുറച്ച് സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സൂര്യനെല്ലി ടൗണിലേക്ക് ഇറങ്ങി. അവിടുത്തെ വൈബൊക്കെ ഒന്ന് അറിയണം, ഫുഡ് കഴിക്കണം. எந்த கோயில் கணபதி கோயிலா? விநாயகர் கோவிலா? திருவிழா எந்த திருவிழா எந்த நைன்த்துக்கு இன்னைக்கு எந்த திருவிழா இருக்கா? சும்மா பாட்டு பாட்டு சும்மா சாப்பாடு என்ன என்ன கிடைக்கும்? ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം നടക്കുക. മാത്തുന് ഇതിലെ പോയ 2 പിള്ളേരെ പിടിച്ചു നിർത്തിയിട്ട് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് അറിയാവുന്ന തമിഴിലും മലയാളത്തിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ കടകളൊക്കെ അടയ്ക്കാറായപ്പോഴത്തേക്കും നമ്മളും പതുക്കെ കൂടണഞ്ഞു. നാളെ രാവിലെ 4:30 എണീറ്റ് കൊളുക്കുമലയ്ക്ക് പോകണം. താങ്ക് യു.